ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിനിലെ അക്കോർഡിംഗ് ടു വാൽവ് മെക്കാനിസം ആണ്. എന്താണ് വാൽവ് മെക്കാനിസം എന്ന് നമുക്ക് നോക്കാം. ഈ വാൽവുകൾ കാണപ്പെടുന്നത് 4 സ്ട്രോക്ക് എഞ്ചിനുകളിലാണ്. 2 സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവുകളില്ല. അപ്പോൾ ഈ പറയുന്ന മെക്കാനിസം 4 സ്ട്രോക്ക് എഞ്ചിനുകളിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് 4 സ്ട്രോക്ക് എഞ്ചിനിലെ വാൽവുകൾ? പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വാൽവുകളുണ്ട്. ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്. ഒരു സിലിണ്ടറിലേക്ക് മിനിമം ഒരു ഇൻലെറ്റ് വാൽവും ഒരു എക്സോസ്റ്റ് വാൽവും വരും. എങ്കിൽ മാത്രം നമുക്ക് പുതിയ എയർ ഫ്യൂൽ മിക്സറിനുള്ളിലേക്കും കത്തിക്കഴിഞ്ഞ ഗ്യാസിന് പുറത്തേക്കും പോകാൻ സാധിക്കുകയുള്ളൂ. ചില എഞ്ചിനുകളിൽ ഒന്നിൽ കൂടുതൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഉണ്ടായിരിക്കാം. അത് നമ്മൾ നോക്കണ്ട. മിനിമം ഒരു സിലിണ്ടറിൽ മിനിമം ഒരു ഇൻലെറ്റ് വാൽവും ഒരു എക്സോസ്റ്റ് വാൽവും വേണം. ഈ വാൽവുകൾ സമയാസമയങ്ങളിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ എഞ്ചിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ വാൽവുകളെ ആ കൃത്യമായ സമയങ്ങളിൽ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന ആ മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് വാൽവ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ വാൽവ് മെക്കാനിസത്തിന് വേണ്ട പ്രത്യേക ഗുണങ്ങളൊക്കെ ഉണ്ട്. കാരണം വെറുതെ തുറക്കുക അടയ്ക്കുകയല്ല, കൃത്യമായ സമയത്ത് വേണം തുറക്കാനും അടയ്ക്കാനും. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് ഇൻലെറ്റ് വാൽവ് തുറക്കാൻ പാടില്ല. പവർ സ്ട്രോക്കിൻ്റെ സമയത്ത് വാൽവുകളൊന്നും തുറക്കാൻ പാടില്ല. എക്സോസ്റ്റ് സ്ട്രോക്കിൻ്റെ സമയത്ത് എക്സോസ്റ്റ് വാൽവ് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇൻലെറ്റ് വാൽവ് അടഞ്ഞിരിക്കണം. അങ്ങനെ ഓരോ വാൽവുകളും തുറക്കാനും അടയ്ക്കാനും അതിൻ്റെതായ സമയം കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ വാൽവുകൾ തുറക്കുകയോ അല്ലെങ്കിൽ അടയ്ക്കുകയോ ചെയ്യാവൂ. അതുപോലെ എത്ര സമയം ഈ വാൽവുകൾ തുറന്നിരിക്കണം എന്നുള്ളതും പ്രധാനമുള്ള കാര്യമാണ്. എപ്പോൾ തുറക്കണമെന്ന് മാത്രമല്ല, എത്ര സമയം വാൽവുകൾ തുറന്നിരിക്കണം. കാരണം കൂടുതൽ നേരം തുറന്നിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിൻ്റെ കംപ്രഷൻ ഒന്നും കിട്ടി നടന്നൊന്നും വരില്ല, അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് തെറ്റിപ്പോവും. ഇനി കുറച്ചേ തുറന്നില്ലെങ്കിലോ ആവശ്യത്തിന് എയർ ഉള്ളിലേക്ക് വരാൻ പറ്റാതെ വരും. ആവശ്യത്തിന് എയർ വന്നില്ലെങ്കിൽ ഫ്യൂവലിന് കത്താൻ പറ്റില്ല. അപ്പോൾ ആ പ്രശ്നം വരും. അപ്പോൾ വാൽവ് തുറന്നിരിക്കുന്ന സമയവും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ എഞ്ചിൻ്റെ വാൽവ് തുറക്കുന്നതിനെയും എത്ര സമയം വാൽവ് തുറന്നിരിക്കുന്നു എന്നതിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസം ആണ് വാൽവ് മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മെക്കാനിസത്തിൽ ഒരുപാട് കോമ്പണൻസ് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കിയാൽ ഈ മെക്കാനിസം വർക്ക് ചെയ്യാൻ, എന്ത് മെക്കാനിസം ആണെങ്കിലും വർക്ക് ചെയ്യാൻ പവർ ആവശ്യമുണ്ട്. പവർ ഇല്ലാതെ ഒന്നും വർക്ക് ചെയ്യില്ല. ആവശ്യമായിട്ടുള്ള പവർ, ആ ഡ്രൈവ് എടുക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ എഞ്ചിനിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വാൽവ് മെക്കാനിസം പവർ എടുക്കുന്നത്. അപ്പോൾ എഞ്ചിൻ റൺ ചെയ്യുമ്പോഴൊക്കെ ഈ വാൽവ് മെക്കാനിസവും റൺ ചെയ്തോളും. അപ്പോൾ പിന്നെ ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഈ വാൽവ് മെക്കാനിസത്തിലേക്ക് പവർ എടുക്കുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലാണ്. ഒന്നുകിൽ ബെൽറ്റുകൾ ഉപയോഗിച്ചിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ടൈം മെക്കാനിസത്തിലേക്ക് അല്ലെങ്കിൽ വാൽവ് മെക്കാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അല്ലെങ്കിൽ ചെയിൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഗിയറുകൾ ഉപയോഗിക്കും. ഈ മെക്കാനിസത്തിന്, അതായത് ഈ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും വാൽവ് മെക്കാനിസത്തിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ടൈമിംഗ് മെക്കാനിസം എന്ന് ഉപയോഗിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞിരുന്നു, ഈ വാൽവ് മെക്കാനിസം വളരെ ടൈമിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന സംഭവമാണ്. കാരണം ടൈം തെറ്റിക്കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തെറ്റും. അതുകൊണ്ട് തന്നെ ടൈം എന്ന് പറയുന്നത് ഈ മെക്കാനിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ മെക്കാനിസത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനെ നമ്മൾ ടൈമിംഗ് മെക്കാനിസം എന്നാണ് വിളിക്കുക. അതിലുപയോഗിക്കുന്ന ബെൽറ്റിനെ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ, അല്ലെങ്കിൽ ടൈമിംഗ് ഗിയർ എന്നാണ് വിളിക്കുക. വാൽവ് മെക്കാനിസം ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണോ മെക്കാനിസം, അതിനെ നമ്മൾ ടൈമിംഗ് മെക്കാനിസം എന്നാണ് വിളിക്കുന്നത്. അത് ബെൽറ്റോ ചെയിനോ ഗിയറോ ആയിരിക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് വാൽവുകളാണ്. വാൽവുകൾ എന്ന് പറയുന്നത് ഒരു ലീനിയർ മോഷനിലാണ് തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത സെക്ഷനിലെത്തുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വാൽവ് തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ വാൽവുകളെ നമുക്ക് ലീനിയർ മോഷനിലേക്ക് മാറ്റാൻ നമുക്ക് കിട്ടുന്നത്, ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് കിട്ടുന്നത് റോട്ടറി മോഷനാണ്, കറങ്ങുന്ന റൊട്ടേഷനാണ് കിട്ടുക. പക്ഷെ വാൽവുകൾ മുമ്പിലേക്കും പുറകിലേക്കുമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പോണൻ്റ് ആണ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്യാം ഷാഫ്റ്റ് എപ്പോഴും എഞ്ചിൻ്റെ സ്പീഡിൻ്റെ, അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സ്പീഡിൻ്റെ പകുതി സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ
എൻജിൻ 1000 RPM-ലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് 1000 RPM. RPM എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ ആ എൻജിൻ അല്ലെങ്കിൽ ആ ക്രാങ്ക് ഷാഫ്റ്റ് 1000 വട്ടം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ എൻജിനിലെ ക്യാം ഷാഫ്റ്റ്, അത് വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസത്തിൽ വരുന്ന ക്യാം ഷാഫ്റ്റ് 500 റൊട്ടേഷനാണ് ഒരു മിനിറ്റിൽ കറങ്ങാൻ പോകുന്നത്. എൻജിൻ സ്പീഡിന്റെ നേരെ പകുതി. ഇത് എപ്പോഴും അങ്ങനെയായിരിക്കും. ഇനി ഈ മെക്കാനിസം എത്തൊക്കെ തരത്തിലുണ്ട് നമുക്ക് നോക്കാം. വാൽവ് മെക്കാനിസം, വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസമാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ളതാണുള്ളത്. ഒന്ന് സൈഡ് വാൽവ് മെക്കാനിസം, 2 ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം. ഇതിനെക്കുറിച്ച് ചെറിയൊരു ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് വാൽവ് അറേഞ്ച്മെന്റിന്റെ സമയത്ത്, ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ അക്കോർഡിംഗ് ടു വാൽവ് അറേഞ്ച്മെന്റിന്റെ സമയത്ത് നമ്മൾ ഏകദേശം പറഞ്ഞിരുന്നു. സൈഡ് വാൽവ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ വാൽവുകൾ, അതായത് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും വരുന്നത് എഞ്ചിൻ ബ്ലോക്കിലാണ് വരിക. ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓവർ ഹെഡ് വാൽവ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വാൽവുകൾ വരുന്നത് എവിടെയാണ്? എഞ്ചിന്റെ സിലിണ്ടർ ഹെഡിലാണ്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഡ്രൈവ് ചെയ്യിക്കാനുള്ള മെക്കാനിസത്തിൽ മാറ്റം വരും. കാരണം സിലിണ്ടർ ബ്ലോക്കിൽ ഇരിക്കുന്നതും ഹെഡിലിരിക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന മെക്കാനിസവും വ്യത്യാസമുണ്ട്. ആ മെക്കാനിസത്തിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തതിൽ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് സൈഡ് വാൽവ് മെക്കാനിസമാണ്. ഇതാണ് സൈഡ് വാൽവ് മെക്കാനിസത്തിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ, മുകളിൽ കാണുന്ന വാൽവ് ഫേസ്, അല്ലെങ്കിൽ ഈ കാണുന്ന മൊത്തത്തിലെ വാൽവ് എന്ന് പറയുന്ന ഭാഗം, ഇത് വാൽവ് സീറ്റ് എന്ന് പറയുന്നത്. കാരണം വാൽവ് വന്നിരിക്കുന്ന ഭാഗത്താണ് വാൽവ് സീറ്റ് എന്ന് പറയുന്നത്. ഇത് പോർട്ടാണ്, ഇൻലെറ്റ് പോർട്ടോ എക്സോസ്റ്റ് പോർട്ടോ. ഇതുവഴിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഒന്നുകിൽ എയർ ഉള്ളിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള വഴിയാണ് പോർട്ട് എന്ന് പറയുന്നത്. അതിനെ അടയ്ക്കുന്ന രീതിയിലാണ് എന്തിരിക്കുന്നത്? വാൽവ് ഇരിക്കുന്നത്. പിന്നെ വരുന്നത് ഇത് എഞ്ചിൻ ബ്ലോക്കിന്റെ ഭാഗമാണ്. ആ വാൽവ് സീറ്റ് ഇരിക്കുന്നത് എഞ്ചിൻ ബ്ലോക്കിലായിരിക്കുമല്ലോ. പിന്നെ വരുന്നതാണ് വാൽവിന്റെ സ്റ്റെം ഗൈഡ് എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് വിശദമായി പറയാം. അത് കഴിഞ്ഞ് വാൽവ് സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് റീറ്റെയ്നർ, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ക്ലിയറൻസ് എന്ന് പറയുന്നത്, അഡ്ജസ്റ്റിംഗ് സ്ക്രൂ, ടാപ്പറ്റ്, ക്യാം. ക്യാമും ക്യാം ഷാഫ്റ്റും ഒരേ സംഭവം തന്നെയാണ്. ക്യാം ഷാഫ്റ്റിലാണ് ക്യാം വെച്ചിരിക്കുന്നത്, അത്രേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വാൽവ് ഉണ്ട്, വാൽവിന്റെ സീറ്റ്, എഞ്ചിൻ ബ്ലോക്ക്, ആ എഞ്ചിൻ ബ്ലോക്കിൽ പോർട്ട് ഉണ്ട്, വാൽവ് സ്റ്റെമ്മിന്റെ ഗൈഡ്, ഈ കാണുന്ന ചെറിയ പീസ് പൈപ്പ് പോലെ കാണുന്ന ഭാഗം, വാൽവ് സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് റീറ്റെയ്നർ, ഇവിടെ കാണുന്ന ചെറിയ ഗ്യാപ്പ്, അതായത് റീറ്റെയ്നറിന് അല്ലെങ്കിൽ വാൽവ് ടിപ്പിനും അഡ്ജസ്റ്റിംഗ് സ്ക്രൂവിൻ്റെ ഇടയിൽ വരുന്ന ക്ലിയറൻസ് ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ പറഞ്ഞു, ടാപ്പറ്റ്, ക്യാമും ക്യാം ഷാഫ്റ്റും. ഇത്രയുമാണ് ഒരു സൈഡ് വാൽവ് മെക്കാനിസത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാൽവാണ്. വാൽവ് എന്ന് പറയുമ്പോൾ 2 തരം വാൽവുകളുണ്ട്, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും. അത് തമ്മിൽ ഷേപ്പിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എപ്പോഴും ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവിനെ അപേക്ഷിച്ച് കുറച്ച് വലുതായിരിക്കും. ഒരു എഞ്ചിൻ്റെ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും അടുത്ത് പിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻലെറ്റ് വാൽവ് കുറച്ച് വലുതായിരിക്കും. എങ്കിൽ മാത്രമേ കൂടുതൽ എയറിന് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വാൽവ്, ഏത് വാൽവ് ആയിക്കോട്ടെ, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വാൽവ്. ഇതിന് നമ്മൾ പോപ്പറ്റ് വാൽവ് എന്നും പറയാറുണ്ട്. കാരണം ഈ ഒരു ഷേപ്പ് വാൽവിനെ, ഈ കുട പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കൂണ്, മഷ്റൂം പോലത്തെ ഷേപ്പിലുള്ള വാൽവുകളെയൊക്കെ വിളിക്കുന്നത് പോപ്പറ്റ് വാൽവ് എന്നാണ്. പോപ്പറ്റ് വാൽവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റിം എന്ന് പറയും. ഇതിന്റെ അറ്റത്ത് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട്, അതിനെ റിം എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതിനെ നമ്മൾ ഫേസ് എന്ന് വിളിക്കും, ഇക്കോണിക്കൽ ഫേസ്. അതിനുശേഷം ഇവിടെ കാണുന്നത് നെക്ക് എന്നാണ് വിളിക്കുന്നത്. നെക്ക് കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഈ വലിയ ഭാഗത്തിന് വിളിക്കുന്നത് സ്റ്റെം എന്നാണ്. സ്റ്റെമ്മിന്റെ അറ്റത്ത് ഒരു 3-4 റൗണ്ടുകൾ കാണുന്നുണ്ടല്ലോ, അത് ലോക്ക് ഗ്രൂവ് എന്നാണ് വിളിക്കുന്നത്. എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും. അവസാനം ഈ അറ്റം കാണുന്നതിനെ ടിപ്പ് എന്ന് വിളിക്കുന്നു. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ചെറിയ പീസിനാണ് നമ്മൾ അതിൻ്റെ റിം എന്ന് വിളിക്കുന്നത്. ഇത് ഫേസ് എന്ന് പറയുന്ന ഭാഗം, ഇത് അതിൻ്റെ നെക്ക് എന്ന് പറയുന്ന ഭാഗം, ഈ കാണുന്നത് സ്റ്റെം എന്ന് പറയുന്ന ഭാഗം. ഈ
കട്ടുകൾ കാണുന്നതിനെ ലോക്ക് ഗ്രൂവ് എന്ന് പറയുന്നു. അവസാനം കാണുന്ന ഈ ഭാഗത്തിന് അതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ റിമ്മ്, ഫേസ്, നെക്ക്, ഇവിടെ കാണുന്ന ലോക്ക് ഗ്രൂവ്, ടിപ്പ്. ഇവിടെ കാണാം എല്ലാ ഭാഗങ്ങളും ഉണ്ട്. സ്റ്റെം പറയാൻ വിട്ടുപോയി. ഈ കാണുന്ന വലിയ ഭാഗം സ്റ്റെമ്മാണ്. ഈ വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ ഹൈക്രോമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയ്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ബലം കൂടിയ ഐറ്റം ആയിരിക്കും. പെട്ടെന്ന് ചൂടായ വലിയ ഡാമേജ് ഒന്നും വരാത്ത ഐറ്റംസ് ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സാധാരണയായിട്ട് ഹൈക്രോമിയം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അലോയ് ഉപയോഗിച്ചിട്ടാണ് വാൽവുകൾ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ അടുത്ത് വരുന്ന ഭാഗമാണ് വാൽവ് സീറ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് വാൽവ് സീറ്റ് എന്ന് പറയുന്നത്. ഇത് വാൽവോട് കൂടിയ സീറ്റ്. ഇവിടെ വാൽവ് ഊരി വെച്ചതിന് ശേഷമുള്ള സീറ്റ് മാത്രം. ഈ സീറ്റിലാണ് നമ്മുടെ വാൽവിന്റെ ഫേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സീറ്റും വാൽവും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പോർട്ട് വഴി ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാസുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ സീറ്റിന്റെ ഉദ്ദേശം എന്തോ ഉള്ളൂ, ഈ ഫേസും സീറ്റും ഒരുമിച്ചിരുന്നിട്ട് അതുവഴിയുള്ള ഗ്യാസിന്റെ സഞ്ചാരം തടയുക എന്നുള്ളതാണ് അതിന്റെ സീറ്റിന്റെ ഉപയോഗം. സീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതും അലോയ് കൊണ്ടാണ്. സ്റ്റീലിന്റെയോ അലുമിനിയത്തിന്റെയോ കോപ്പറിന്റെയോ അലോയ്സ് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുണ്ടാവുക, ഈ കാണുന്ന സീറ്റ് ഉണ്ടാക്കിയിരിക്കുക. സീറ്റ് ഇരിക്കുന്നത് എൻജിൻ ബ്ലോക്കിൽ ഹെഡിലാണ്. സീറ്റിന്റെ പുറകിൽ കാണുന്നത് പോർട്ടാണ്. അടുത്ത പീസാണ് വാൽവ് ഗൈഡ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് വാൽവ് ഗൈഡ്. കണ്ടാൽ തന്നെ അറിയാം, ഒരു സിലിണ്ടറിക്കൽ ഹോളോ പീസാണ്. ഒരു പൈപ്പ് പോലെ ഉണ്ടായിരിക്കും, ഉള്ളിൽ ഹോളോ ആണ്. ഈ തലമുറ ഈ തലവരെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, വാൽവ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന പീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. ഇതിരിക്കുന്നത്, അതായത് വാൽവ് ഗൈഡ് ഇരിക്കുന്നത് സിലിണ്ടർ ബ്ലോക്കിലാണ്, ഈ കാണുന്ന പോലെ. ഇതാണ് വാൽവിന്റെ സ്റ്റെം. ആ സ്റ്റെം മൂവ് ചെയ്യുന്നത് ഗൈഡിലൂടെയാണ്. അപ്പോൾ ഗൈഡിൽ വരഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വാൽവ് മുകളിലേക്കും താഴത്തേക്കും പോകുന്നത്. വാൽവ് മുകളിലേക്ക് പോയാൽ വാൽവ് ഓപ്പൺ ആവും, വാൽവ് താഴത്തേക്ക് വരുമ്പോൾ വാൽവ് ക്ലോസ് ആവും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. വാൽവ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ സീറ്റിൽ നിന്ന് ഈ വാൽവ് പൊങ്ങിയിരിക്കും. അപ്പോൾ ഇതിലൂടെ ഗ്യാസിന് ഉള്ളിലേക്ക് വരാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം. ഇനി ഇത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫേസ് ഇവിടെ മുട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസുകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാൻ പറ്റാതെ വരും. അപ്പം അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റെം എന്ത് ചെയ്യും, ഈ ഗൈഡിന്റെ ഉള്ളിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അത് കൂടാതെ വാൽവിനെ ഗൈഡ് ചെയ്യുന്നത് കൂടാതെ ചൂട് റിമൂവ് ചെയ്യാനും, വാൽവ് എന്ന് പറയുന്നത് എഞ്ചിന്റെ ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്, അല്ല ഒരിക്കലും. ഈ കാണുന്ന ഭാഗത്തിന്റെ അപ്പുറത്ത് പറയുന്നത് സിലിണ്ടറിന്റെ ഉൾഭാഗമാണ്. അപ്പോൾ സിലിണ്ടറിന്റെ ഉള്ളിൽ ചൂടുണ്ടായിരിക്കും. ആ ചൂട് എന്ത് ചെയ്യും, ഈ വാൽവ് കുറച്ച് വലിച്ചെടുക്കും. ആ ചൂട് എഞ്ചിൻ ബ്ലോക്കിലേക്ക് കടത്തിവിടാനും സഹായിക്കുന്നത് ഈ ഗൈഡാണ്. അപ്പോൾ ഗൈഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബ്രോൺസിന്റെയോ സ്റ്റീലോ ആയിരിക്കും. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിന്റെയും ടിന്നിന്റെയും ഒരു അലോയ് ആണ്, മിശ്രിതം. കോപ്പറും ടിന്നും മിശ്രിതം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബ്രോൺസ് കിട്ടുന്നത്. അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കും, രണ്ട് മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്. ഇത്രയാണ് ഗൈഡിനെ കുറിച്ച് പറയാനുള്ളത്. വാൽവിന്റെ സ്റ്റെമ്മിനെ ഗൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ ഹോളോ പീസാണ് ഗൈഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് വാൽവ് സ്പ്രിങ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ചിത്രം നോക്കുക. ഈ കാണുന്നതാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഈ വാൽവിനെ പൊക്കുന്നത് ഈ ക്യാം ഷാഫ്റ്റ് ആണ്. ക്യാം തിരിയുമ്പോഴാണ് വാൽവ് പൊങ്ങുന്നത്. പക്ഷേ തിരിച്ച് വലിക്കാൻ ക്യാം ഷാഫ്റ്റിന് പറ്റില്ല. അപ്പോൾ തുറന്നിരിക്കുന്ന വാൽവിനെ അടയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്പ്രിങ്. അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്പ്രിങ് കംപ്രസ് ആവും. അപ്പോൾ ഈ ബലം വിടുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്പ്രിങ് റിട്ടേൺ ആയിട്ട് വാൽവിനെ ക്ലോസ് ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ വാൽവിനെ എഞ്ചിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്ത് പിടിക്കുന്നത് ഈ വാൽവ് സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ്. ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് വാൽവിനെ മുകളിലേക്ക് തള്ളുകയാണ് ചെയ്യുക. പക്ഷെ അടയ്ക്കുന്നത് ഈ സ്പ്രിങ്ങിന്റെ ടെൻഷൻ ഉപയോഗിച്ചിട്ടാണ്. അതുണ്ടാക്കുന്നത് സ്പ്രിങ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. ആ മെറ്റീരിയൽ അങ്ങനെ പറയുള്ളൂ. സ്പ്രിങ് ഉപയോഗിക്കുന്നത് സ്പ്രിങ് സ്റ്റീൽ ഉപയോഗിച്ചാണ്. സ്പ്രിങ് ഉണ്ടാക്കുന്നത് സ്പ്രിങ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. പിന്നെയുള്ളത് സ്പ്രിങ് റിട്ടൈനർ. ഈ സ്പ്രിങ് റിട്ടൈനർ ഇരിക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്ന ലോക്ക് ഗ്രൂവ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ലോക്ക് ഗ്രൂവ്സ്, അവിടെയാണ് എന്തിരിക്കുന്നത്, റീറ്റൈനർ ഇരിക്കുന്നത്. അതൊന്നും ചെയ്യുന്നില്ല, ഈ സ്പ്രിങ്ങിനെ ഈ വാൽവ് സ്റ്റെമ്മിൽ ഉറപ്പിച്ച് നിർത്താനാണ്. കാരണം സ്പ്രിങ്ങിന് രണ്ട് ഭാഗം വേണം. ഒന്ന് ബ്ലോക്കിൽ വെച്ചിട്ടുണ്ട്, ഒരു ഭാഗം ഈ വാൽവിൽ വെച്ചാൽ മാത്രമേ വാൽവിനെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ വാൽവിന്റെ അടിഭാഗത്ത് ഈ സ്പ്രിങ്ങിനെ ഉറപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് വാൽവ് സ്പ്രിങ് റീറ്റെയിനർ എന്ന് പറയുന്നത്. അതിൽ വേറെ പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നുമില്ല. ഈ സ്പ്രിങ് ഇങ്ങോട്ട് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഒരു ലോക്ക് നെറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന 3 കാര്യങ്ങൾ. ഗൈഡ് എന്ന് പറയുന്നത് ആ സ്റ്റെമ്മിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഹീറ്റ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുണ്ടാക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ ബ്രോൺസ് ഉപയോഗിച്ചിട്ടാണ്. വാൽവ് സ്പ്രിങ് എന്ന് പറയുന്നത് വാൽവിനെ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഓപ്പൺ ചെയ്യാൻ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് വാൽവിനെ പ്രഷർ തള്ളി കൊടുക്കും. തിരിച്ചടയ്ക്കുന്നത് ഈ സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ്. ആ സ്പ്രിങ്ങിനെ വാൽവിൽ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ഈ സ്പ്രിങ് റിറ്റെയിനർ എന്ന് പറയുന്നത്. അടുത്ത കോമ്പണന്റ് ആണ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. അഡ്ജസ്റ്റിംഗ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രൂവും ഒരു നട്ടും ഒരു ലോക്ക് നട്ടും ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വാൽവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ക്ലിയറൻസ് എന്താണെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാൽവിന്റെ സ്റ്റെമ്മിനും അല്ലെങ്കിൽ വാൽവിനും ടാപ്പറ്റിനും ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പാണ് വാൽവ് ക്ലിയറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നെല്ലാം വാൽവ് ക്ലിയറൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പറയുന്നില്ല. ആ വാൽവ് ക്ലിയറൻസ്, ആ ഗ്യാപ്പ് എത്രത്തോളം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ വണ്ടി ഉണ്ടാക്കിയ മാനുഫാക്ചറർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്പെസിഫൈ ചെയ്ത് വണ്ടി ഒന്ന് ഓവറോൾ ചെയ്ത ശേഷം, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിൻ ഒന്ന് അഴിച്ച് റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തെറ്റുമല്ലോ. അപ്പോൾ എത്രത്തോളം വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. അടുത്ത വരുന്ന ഭാഗമാണ് ടാപ്പറ്റ് എന്ന് പറയുന്നത്. ടാപ്പറ്റ് എന്ന ഭാഗമാണ് ക്യാം ഷാഫ്റ്റിലേക്ക് മുട്ടിയിരിക്കുന്ന ഭാഗമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പ്രകാരം ഇതാണ് ടാപ്പറ്റ്. ആ ടാപ്പറ്റാണ് ക്യാമിൽ മുട്ടിയിരിക്കുന്നത്. ടാപ്പറ്റ് അവിടെ ഇരിക്കുന്നത് പ്രധാനമായിട്ടും തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വാൽവ് നേരിട്ട് ഇവിടെ വന്ന് മുട്ടുകയാണെങ്കിൽ വാൽവ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. വാൽവ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പീസാണ്. ആ വലിയൊരു പീസ് വേറെ റെസിസ്റ്റൻസ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ വില കൂടിയ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വില കൂടുതലായിരിക്കും. പകരം നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിനെ നമുക്ക് ഇത്തിരി തേയ്മാനം ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ലാഭമാണല്ലോ. കാരണം ഇത്രയും വലിയ പീസിന് പകരം നമ്മൾ ഈ ഒരു ചെറിയ പീസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഇത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ, പക്ഷേ അത് വേറെ തരം ക്വാളിറ്റിയാണ്. ഇവിടെ വേറെ റെസിസ്റ്റൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ ടെമ്പറേച്ചർ ഒക്കെ നോക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ഒന്നും വരുന്നില്ലല്ലോ. ഇവിടെ തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം അലോയ് കൊണ്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്, ടാപ്പറ്റ് ഉണ്ടാക്കുന്നത്. ടാപ്പറ്റ് പല ഷേപ്പിലുണ്ടാവും. ഈ ഒരു ഷേപ്പിൽ ഞാൻ കാണിച്ചു എന്ന് മാത്രം. ടാപ്പറ്റിന്റെ മുകളിലാണ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വരുന്നത്. ഈ സ്ക്രൂ ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ടാപ്പറ്റിന്റെ മുകളിലുണ്ടായിരിക്കും. ഈ ടാപ്പറ്റ് എന്ന് പറയുന്നത് ഈ സ്ക്രൂവിന് ഉപയോഗിക്കുന്നതല്ല, അതുകൊണ്ടാണ് കറക്റ്റായി മനസ്സിലാവാത്തത്. പക്ഷേ ഈ ടാപ്പറ്റിന്റെ മുകളിൽ കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ടായിരിക്കുക. അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാമുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ഷാഫ്റ്റുകളെയാണ് ക്യാം ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ക്യാം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭാഗമാണ്. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഷേപ്പിൽ വരുന്ന ഒരു പീസിനെ വിളിക്കുന്ന പേരാണ് ക്യാം. ഇങ്ങനത്തെ ഒരുപാട് എണ്ണം കൂടിച്ചേരുമ്പോഴാണ് ഒരു ക്യാം ഷാഫ്റ്റ് ഉണ്ടാകുന്നത്. ഈ ഷാഫ്റ്റിൽ 1, 2, 3, 4, 5, 6 വാൽവുകൾ, 4 ക്യാമുകൾ ഒരുമിച്ച് വെച്ചപ്പോൾ അത് ക്യാം ഷാഫ്റ്റ് ആയിട്ട് മാറി. ഈ സൈഡിൽ ഒരു ഫ്ലാഞ്ച് വരുന്നുണ്ട്. ഈ ഫ്ലാഞ്ചിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഗിയർ അല്ലെങ്കിൽ ബെൽറ്റ് പുള്ളി അല്ലെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ടൈമിംഗ് മെക്കാനിസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രാങ്ക് ഷാഫ്റ്റും ഈ ക്യാം ഷാഫ്റ്റും നമ്മൾ കണക്ട് ചെയ്യുന്നത് ടൈമിംഗ് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. അതിന് വേണ്ട മെക്കാനിസം, അതായത് ഒന്നെങ്കിൽ പുള്ളി അല്ലെങ്കിൽ എന്താണ് ഒരു സ്പ്രോക്കറ്റ് അല്ലെങ്കിൽ ഒരു ഗിയർ ഒക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ബെയറിംഗ് വെക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ വെക്കാം. ഇവിടെ ഒരു ബെയറിംഗ് വരുന്നുണ്ട്. ഇവിടെ അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ ബെയറിംഗ് വെക്കാനൊക്കെ ഉപയോഗിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ ക്യാം ഷാഫ്റ്റിനെ പറ്റി നമുക്ക് അത്രയും നോക്കിയാൽ മതി. ഇനി നമുക്ക് ക്യാം എന്താണ് നോക്കാം. ക്യാമിന്റെ 2-3 കാര്യങ്ങൾ നോക്കാണ്ട് ഈ ചിത്രം നോക്കാം. ഇതിലെല്ലാം നിങ്ങൾ പഠിക്കേണ്ട. ക്യാമിന്റെ ഈ റൗണ്ട് ആയിട്ടുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഹീൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, വേണം കറക്റ്റ് റൗണ്ട് ആയിട്ടിരിക്കുന്നതാണല്ലോ, അതിനെ ഹീൽ എന്നാണ് വിളിക്കുന്നത്. ഈ നീണ്ടിരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ അതിന്റെ ക്യാം ലോബ് എന്നാണ് വിളിക്കുക. ഇത് കണ്ടോ, സർക്കിൾ ശരിക്കാണെങ്കിൽ സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു. കറക്റ്റ് റൗണ്ട് ആണെങ്കിൽ ഇങ്ങനെ വരുന്നതിന് പകരം ഈ ഒരു ഭാഗം എന്ത് ചെയ്തു, കുറച്ച് നീണ്ടുപോയി. അതിന് നമ്മൾ അതിന്റെ ക്യാമിന്റെ ലോബ് എന്നാണ് വിളിക്കുക. അതിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനെ അതിന്റെ നോസ് എന്ന് വിളിക്കും, ക്യാമിന്റെ നോസ്. 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹീല്, അതായത് കറക്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഭാഗത്തിനെ ഹീൽ എന്ന് വിളിക്കും. നീളമായിട്ട് പോയ ഭാഗത്തിനെ അതിന്റെ ലോബ് എന്ന് വിളിക്കും.
ആ ലോബിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തിന് നമ്മൾ അതിൻ്റെ നോസ് എന്ന് വിളിക്കും. ഇനി ഈ ടാപ്പറ്റ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഈ ക്യാമിൽ മുട്ടിയിരിക്കുകയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യായിരിക്കുമല്ലോ, ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാം റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്യാം ലോബാണ് മുകളിൽ മുട്ടിയിരിക്കുന്നത്. ടാപ്പറ്റിൽ ക്യാം ലോബാണ് മുട്ടിയിരിക്കുന്നത്, ടാപ്പറ്റ് പൊങ്ങിയിരിക്കുന്നു. ഈ ഹീലാണ് മുട്ടിയതെങ്കിലോ ടാപ്പറ്റ് താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ടാപ്പറ്റ് കറങ്ങി ക്യാം ഷാഫ്റ്റ് കറങ്ങി ഈ ലോബാണ് ടാപ്പറ്റിൽ മുട്ടിയതെങ്കിൽ ടാപ്പറ്റ് മുകളിലേക്ക് പൊങ്ങും. അതിനുശേഷം ഹീലാണ് വീണ്ടും കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹീലാണ് ടാപ്പറ്റിൽ മുട്ടുന്നതെങ്കിൽ ടാപ്പറ്റ് താഴ്ന്നിരിക്കും. ലോബ് മുട്ടിയാൽ ടാപ്പറ്റ് പൊങ്ങും, ഹീല് മുട്ടിയാൽ ടാപ്പറ്റ് താഴുകയും ചെയ്യും. അത്രയേ ഉള്ളൂ ക്യാമിന്റെ ഉദ്ദേശം. കാരണം ഇത് കറക്കം എന്ത് ചെയ്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തു, പക്ഷെ ടാപ്പറ്റ് മുകളിലേക്കും താഴത്തേക്കും മൂവിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോസാണ് മുക്കണമെങ്കിൽ ഏറ്റവും പൊങ്ങിയിരിക്കും, ഈ സൈഡിലേക്ക് ആകുമ്പോൾ താഴ്ന്നു വരും. ഇപ്പം ഇങ്ങനെ കറങ്ങി വരികയാണെങ്കിൽ ഇവിടെ കറങ്ങി പോവുകയാണെങ്കിൽ ഇങ്ങനെ താഴ്ന്നു വരും. ഇവിടെ പൊങ്ങി വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ താഴ്ന്നു വരും. ടാപ്പറ്റ് ഇങ്ങനെ പൊങ്ങി വരും, ഏറ്റവും പൊങ്ങി ഇവിടെ എത്തും, വീണ്ടും താഴ്ന്നു വരും. അപ്പോൾ ഈ ടാപ്പറ്റ് എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്കും താഴത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വിശദമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ക്യാമിന്റെ നോസ് അല്ലെങ്കിൽ ലോബാണ് ടാപ്പറ്റിൽ മുട്ടുന്നതെങ്കിൽ ടാപ്പറ്റ് പൊങ്ങിയിരിക്കും, ഹീലാണ് മുട്ടുന്നതെങ്കിൽ ടാപ്പറ്റ് താഴ്ന്നിരിക്കും. ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ക്യാമിന്റെ ലോബാണ് മുട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ടാപ്പറ്റ് പൊങ്ങിയിരിക്കുകയാണ്. ടാപ്പറ്റ് പൊങ്ങിയിരിക്കുമ്പോൾ വാൽവ് തുറന്നിരിക്കും, ടാപ്പറ്റ് താഴുമ്പോൾ വാൽവ് ക്ലോസ് ആവും. അതിന് കാരണം എന്താണ്? ഇവിടെ സ്പ്രിംഗ് ഉണ്ടല്ലോ, ഈ സ്പ്രിംഗ് വാൽവിനെ പിടിച്ച് താഴ്ത്തി അടയ്ക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യാം ഷാഫ്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞാൽ ഇവിടെ ബെയറിംഗ് വെക്കാനുള്ള സൗകര്യമുണ്ട്, ഇവിടെ ഒരു ഫ്ലാഞ്ച് ഉണ്ട്, ടൈം മെക്കാനിസം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാമുകളുണ്ട്. ക്യാമുകൾക്കുള്ളത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞാൽ എന്താണ്? ഒരു ഹീലുണ്ട്, ഈ റൗണ്ട് ആയിട്ട് വരുന്ന ഹീലുണ്ട്, ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ലോബുണ്ട്, ലോബിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ നോസ് എന്ന് വിളിക്കും. ആ മൂന്ന് കാര്യം നമുക്ക് ഈ ചിത്രത്തിൽ ആവശ്യമുള്ളൂ: ഹീല്, ലോബ്, നോസ്. ടാപ്പറ്റ് ലോബിൽ മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടാപ്പറ്റ് പൊങ്ങും, ടാപ്പറ്റ് ഹീലിലാണ് മുട്ടുന്നതെങ്കിൽ ടാപ്പറ്റ് താഴും. ടാപ്പറ്റ് പൊങ്ങുമ്പോൾ വാൽവ് ഓപ്പൺ ആവും, ടാപ്പറ്റ് താഴുമ്പോൾ വാൽവ് ക്ലോസ് ആവും. ഇത്രയുമാണ് നമുക്ക് ക്യാം ഷാഫ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ക്യാം ഷാഫ്റ്റിനെ കുറിച്ചും ക്യാമിന്റെ ഭാഗങ്ങളെക്കുറിച്ചും വീണ്ടും ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ക്യാം ഉണ്ടാക്കിയിരിക്കുന്നത് വെയർ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിട്ടുള്ള ചിൽഡ് കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടാണ്. കാരണം ഈ ടാപ്പറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടാപ്പറ്റും ഈ ക്യാമും തമ്മിലുള്ള കോണ്ടാക്ട് ഒരിക്കലും വിടുന്നില്ല, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയി വെയർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വെയർ ആവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ചിൽഡ് കാസ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നത്. ചിൽഡ് കാസ്റ്റ് അയണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, തേഞ്ഞു പോവില്ല. ക്യാം ഷാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ക്യാം ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത് റോട്ടറി മോഷനെ ലീനിയർ മോഷൻ ആക്കാനാണ്. ക്യാം ഷാഫ്റ്റ് റൺ ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും പവർ ഉപയോഗിച്ചിട്ടാണ്. ആ പവർ എത്താൻ വേണ്ടിയിട്ട് ചെയിനോ ബെൽറ്റോ പുള്ളിയോ ഉപയോഗിക്കുന്നുണ്ട്. അതിവിടെ ഈ ഫ്ലാഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? ആ ചെയിനോ ബെൽറ്റോ പുള്ളിയോ പിടിപ്പിക്കാനുള്ള, ഒന്നുകിൽ ബെൽറ്റിനാണെങ്കിൽ എന്താ പുള്ളി ഉണ്ടായിരിക്കും, ചെയിനാണെങ്കിൽ സ്പ്രോക്കറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗിയർ ഇവിടെ പിടിപ്പിക്കും. ഒരു ക്യാം ഷാഫ്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ക്യാമുകൾ ഉണ്ടായിരിക്കും. ഓരോ ക്യാം ഒരു വാൽവിന് ഒരു ക്യാം ആവശ്യം വരും. ക്യാം ഷാഫ്റ്റ് ഒരെണ്ണം ഉള്ളെങ്കിലും എത്ര വാൽവ് ഉണ്ടോ അത്രയും ക്യാമുകൾ ഉണ്ടായിരിക്കും ഒരു ഷാഫ്റ്റിൽ. ആ ക്യാമുകളുടെ പ്രത്യേക ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹീലുണ്ട്, ഈ വളഞ്ഞ കൃത്യമായ റൗണ്ട് ആയിരിക്കുന്ന ഭാഗം. പൊങ്ങിയിരിക്കുന്ന ഭാഗത്തിനെ ലോബ് എന്ന് വിളിക്കും, ലോബിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനെ നോസ് എന്ന് വിളിക്കും. ടാപ്പറ്റും ക്യാമും എല്ലാ സമയത്തും കോണ്ടാക്റ്റിലാണ്. എപ്പോഴാണോ ടാപ്പറ്റ് ലോബിൽ മുട്ടുന്നത് ആ സമയത്ത് ടാപ്പറ്റ് പൊങ്ങുകയും വാൽവ് തുറക്കുകയും ചെയ്യും. എപ്പോഴാണോ അത് കറങ്ങിയിട്ട് ടാപ്പറ്റ് ഹീലിൽ മുട്ടുന്നത് അപ്പോൾ വാൽവ് താഴുകയും ടാപ്പറ്റ് താഴുകയും വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. ഇനി സൈഡ് വാൽവ് മെക്കാനിക്സിന്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഈ രീതിയിൽ എല്ലാ മെറ്റീരിയലും വെച്ചിട്ടുണ്ടായിരിക്കും. ഈ കോമ്പണൻസ്, നിങ്ങൾ ഈ ചിത്രം വരച്ചതിന് ശേഷം സൈഡിൽ ലിസ്റ്റ് ഓഫ് കോമ്പണൻസ് വന്നിട്ട് ഈ പേരിൽ കാണുന്ന എല്ലാ പേരും ഇവിടെ എഴുതി വെച്ചിരിക്കണം. എന്തിനാ നമുക്ക് നോട്ട് എഴുതുമ്പോൾ തികയുള്ളൂ. എന്താണ് ചെയ്യുക? സാധാരണ രീതിയിൽ ഈ വാൽവ് താഴ്ന്നിരിക്കുകയായിരിക്കും, ഈ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയായിരിക്കും. ഈ ക്യാമിന്റെ ടാപ്പറ്റ് എന്ന് പറയുന്നത് ഈ ഹീലിലായിരിക്കും മുട്ടിയിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം എപ്പോഴാണോ കറങ്ങി ഈ ലോബ് മുട്ടുകയാണ്, ഇപ്പോൾ ക്യാമിന്റെ ലോബാണ് ടാപ്പറ്റിൽ മുട്ടിയിരിക്കുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? ടാപ്പറ്റ് മുകളിലേക്ക് പോകും. ടാപ്പറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ടാപ്പറ്റ് മുട്ടിയിരിക്കുന്നത് എവിടെയാണ്?
ഈ വാൽവിൻ്റെ ടിപ്പിലാണ്. വാൽവ് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. വാൽവ് മുകളിലേക്ക് പോകുമ്പോൾ ഈ സ്പ്രിങ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്പ്രിങ്ങിനെ അത് കംപ്രസ് ചെയ്യും. ആ സ്പ്രിങ് കംപ്രസ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. വാൽവ് ഈ സീറ്റിൽ നിന്ന് വാൽവിൻ്റെ ഫേസ് മാറുകയും ചെയ്തു. അപ്പോൾ വാൽവ് ഓപ്പൺ ആയി. അതായത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ വാൽവിൻ്റെ ലോബ് ടാപ്പറ്റിൻ്റെ കോണ്ടാക്റ്റിലേക്ക് എത്തുമ്പോൾ ടാപ്പറ്റ് മുകളിലേക്ക് പൊങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് ഈ വാൽവ് കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യും. വാൽവ് കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് പൊങ്ങുമ്പോൾ വാൽവിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഈ വാൽവ് സീറ്റിൽ നിന്ന് വിട്ടുപോരും. ഇപ്പം ഇവിടെ മുട്ടുന്നില്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവുകയും ഈ പോർട്ടിലൂടെ വരുന്ന ഗ്യാസിന് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള എക്സോസ്റ്റ് ഗ്യാസിന് പോർട്ടിലേക്ക് വരാനോ സാധിക്കും. അതിനുശേഷം ഇത് വീണ്ടും കറങ്ങുകയാണ്. ഇത് വീണ്ടും കറങ്ങുമ്പോൾ ഈ ലോബ് ഇവിടുന്ന് നീങ്ങി നീങ്ങി വരും. പകരം ഈ ഹീൽ ഇങ്ങോട്ട് കറങ്ങി കറങ്ങി വരും. ഈ ഹീൽ ഈ ടാപ്പറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ടാപ്പറ്റിൻ്റെ താഴത്തേക്ക് വരും. ആ സമയത്ത് ഈ കംപ്രസ് ചെയ്തിരിക്കുന്ന സ്പ്രിങ് എന്ത് ചെയ്യും? ഈ വാൽവിനെ താഴത്തേക്ക് തള്ളുകയും ഈ വാൽവ് ഫേസ് വന്നിട്ട് ഈ സീറ്റിലിരുന്ന് അടയുകയും ചെയ്യും. ആ സമയത്ത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്യാസിന് പോകാൻ സാധിക്കുകയില്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ്. ഇവിടെ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ക്രൂ ലൂസ് ആയി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും. ഈ സ്ക്രൂ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് കൂടി വരും. അത് എന്തിനാണ്? ഒരു തെർമൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ്. ആ വാക്ക് മാത്രം നിങ്ങൾ ഈ നോട്ട് എഴുതുമ്പോൾ എഴുതിയാൽ മതി. തെർമൽ എക്സ്പാൻഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലിയറൻസ് കൊടുക്കുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഞാൻ വേറൊരു സെക്ഷനിൽ പറയുന്നുണ്ട്. വാൽവ് ക്ലിയറൻസ് എന്താണ് അതിൻ്റെ ആവശ്യം, എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമുണ്ട്. തൽക്കാലം ഈ ക്ലിയറൻസ് കൊടുക്കുന്നത് ഈ വാൽവിൻ്റെ തെർമൽ എക്സ്പാൻഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂവിലാണ്. ഇത് ഉപയോഗിക്കുന്ന ഒരു ഫീലർ ഗേജ് ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അപ്പം പറയാം. ഇത്രയുള്ള ഇതിൻ്റെ വർക്കിംഗ്. ഇതിൻ്റെ നോട്ട് ഞാൻ ഇതിൻ്റെ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക.